മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 91 പേർ, ഹെൽത്ത് വർക്കർമാർ 43. ഇന്ന് 2 മരണം സംഭവിച്ചു. കോഴിക്കോട് സ്വദേശി 61 വയസ്സുള്ള മുഹമ്മദ്, കോട്ടയം സ്വദേശി 85 വയസ്സുള്ള ഔസേബ് ജോർജ്, ഇവരാണ് മരിച്ചത്. ഇവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 161, മലപ്പുറം 86, ഇടുക്കി 70, കോഴിക്കോട് 68, കോട്ടയം 59, പാലക്കാട് 41, തൃശ്ശൂർ 40, കണ്ണൂർ 38, കാസർഗോഡ് 38, ആലപ്പുഴ 30, കൊല്ലം 22, പത്തനംതിട്ട 17, വയനാട് 17, എറണാകുളം 15. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 65, കൊല്ലം 57, പത്തനംതിട്ട 49, ആലപ്പുഴ 150, കോട്ടയം 13, ഇടുക്കി 25, എറണാകുളം 69, തൃശ്ശൂർ 45, പാലക്കാട് 9, മലപ്പുറം 88, കോഴിക്കോട് 41, വയനാട് 49, കണ്ണൂർ 32, കാസർഗോഡ് 53. കഴിഞ്ഞ 24 മണിക്കൂറിനകം 18,417 സാമ്പിളുകൾ പരിശോധിച്ചു. 1,55,148 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 9,397 പേർ ആശുപത്രികളിലാണ്. ഇന്ന് 1,237 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 9,611 പേരാണ്. ഇതുവരെ ആകെ 3,54,480 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 3,842 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 1,14,832 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 1,11,105 സാമ്പിളുകൾ നെഗറ്റീവായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 495. ഇപ്പോൾ സംസ്ഥാനത്ത് 101 CFLTCകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ 12,801 കിടക്കകളാണുള്ളത്. 45% കിടക്കകളിൽ ഇപ്പോൾ ആളുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 229 CFLTCകളാണ് കൂട്ടിച്ചേർക്കുക. 30,598 കിടക്കകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. മൂന്നാം ഘട്ടത്തിലേക്ക് 36,400 കിടക്കകളുള്ള 480 CFLTCകൾ കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സഹ ടീം ലീഡറും ഒരു സ്റ്റാഫ് നഴ്സും 2 ലാബ് ടെക്നീഷ്യന്മാരും 2 ഫാർമസിസ്റ്റുകളും അടങ്ങുന്നതാണ് പ്രാഥമിക തലത്തിലുള്ള CFLTC സംവിധാനം. ആളുകളുടെ എണ്ണം ആവശ്യാനുസരണം വർദ്ധിപ്പിക്കും. കോവിഡ് ബ്രിഗേഡിലേക്ക്
1679 പേർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവർക്കുള്ള പരിശീലനം ഉടനെ ആരംഭിക്കും. ഭീഷണി ഉയർത്തിയിരുന്ന പല ക്ലസ്റ്ററുകളിലും രോഗവ്യാപന തോത് കൂടി വരികയാണ്. ക്ലസ്റ്ററുകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് വിവിധ തലങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. സർവകക്ഷി യോഗം വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുമായി സംസാരിച്ചു. ആരോഗ്യ വിദഗ്ധരുമായി പ്രത്യേക ചർച്ച നടത്തി. പത്രാധിപന്മാരുടെ യോഗം വിളിച്ചു. നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്ന പൊതു അഭിപ്രായമാണ് എല്ലാവർക്കുമുള്ളത്. നിയന്ത്രണ ലംഘനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ ഇടപെടൽ ഇനിയും ശക്തിപ്പെടുത്തണമെന്നാണ് കാണുന്നത്. സമൂഹത്തിൽ മാതൃക കാണിക്കേണ്ടവർ തന്നെ രോഗവ്യാപനത്തിന് കാരണക്കാരാകുന്നത് ഒട്ടും ആശാസ്യമായ പ്രവണതയല്ല. നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെ രോഗവ്യാപനത്തിന് കാരണക്കാരാകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സർക്കാർ ഏജൻസികൾ വെവ്വേറെയും കൂട്ടായും ഇടപെടേണ്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തും. അതിനനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. ഇനിയുള്ള നാളുകളിൽ രോഗവ്യാപനം ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനെ നേരിടാനുള്ള നടപടികളാണ് CFLTCകൾ ഒരുക്കുന്നതിലൂടെയും കൂടുതൽ മനുഷ്യവിഭവശേഷി കണ്ടെത്തുന്നതിലൂടെയും ചെയ്യുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ കോഴ്സുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ CFLTCകൾ നിയോഗിക്കാം. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്നവർക്ക് താമസ സൗകര്യവും മറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കും. ആരോഗ്യവകുപ്പ് സർവകലാശാലയുമായി ചേർന്ന് പഠനം കഴിഞ്ഞവരെ വിന്യസിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലങ്ങൾ ചിലയിടങ്ങളിൽ വൈകുന്നുവെന്ന പരാതിയുണ്ട്. അത്തരം പരാതികളിൽ ഉടൻ പരിഹാരം കാണണമെന്നും ടെസ്റ്റ് റിസൾട്ട് എത്രയും വേഗം നൽകണമെന്നും ആവർത്തിച്ച് നിർദ്ദേശം നൽകി. 24 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മരണമടഞ്ഞവരുടെ പരിശോധനാ ഫലം ഒട്ടും വൈകാൻ പാടില്ലെന്ന് പ്രത്യേകമായും നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്ലസ്റ്ററുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കും. ക്ലസ്റ്ററുകളെക്കുറിച്ചും പഠിക്കും. അതിന് എപ്പിഡമിയോളജിസ്റ്റുകളെ നിയോഗിക്കും. കോവിഡ് പ്രതിരോധം വരുന്ന ഏതാനും നാളുകളോ ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനായി ദീർഘകാല പദ്ധതി രൂപപ്പെടുത്തും. തിരുവനന്തപുരത്ത് ഗുരുതര സാഹചര്യം നിലനിർത്തുന്നതുകൊണ്ട് ലോക്ക്ഡൗൺ തുടരുകയാണ്. ഇതിൽ ഇളവ് വേണ്ടതുണ്ടോ എന്നും മറ്റും പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം എടുക്കുക. തിരുവനന്തപുരം ജില്ലയിൽ
2723 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 11 പേർ ICUവിലും ഒരാൾ വെന്റിലേറ്ററിലുമാണ്. ജില്ലയിലെ 7 ലാർജ് ക്ലസ്റ്ററുകളിൽ പുല്ലുവിള, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ് എന്നിവയുടെ സമീപ മേഖലകളിലേക്ക് രോഗം പകരുന്ന സാഹചര്യം നിലവിലുണ്ട്. ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളിൽ മാത്രം ഇന്നലെ 1428 കോവിഡ് പരിശോധനകൾ നടത്തി. ഇതിൽ 35 എണ്ണം പോസിറ്റീവാണ്. പാറശാല, പൊഴിയൂർ ഈ ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവിടങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ വികേന്ദ്രീകൃത രീതിയിൽ 4 കൊറോണ കൺട്രോൾ യൂണിറ്റുകൾ മേഖലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. മദ്യപാന ആസക്തിയുള്ളതും മാനസിക അസ്വാസ്ഥ്യമുള്ളതുമായ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ പ്രത്യേക സജ്ജീകരണം ഏർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററിൽ ആ ക്ലസ്റ്ററിൽ നിന്നും പുറത്തേക്ക് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും അടൂർ ജനറൽ ആശുപത്രിയിലെ ഫാർമസിസ്റ്റിനും പത്തനംതിട്ട KSRTC ഡിപ്പോയിലെ ഡ്രൈവർക്കും ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനും കോവിഡ് സ്ഥിരീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ ചെട്ടിക്കാട്, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ എന്നീ ക്ലസ്റ്ററുകളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ ഗർഭിണികൾ ഉൾപ്പെടെ 12 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ആലുവ ക്ലസ്റ്ററിന് സമീപമുള്ള മഞ്ഞപ്ര, നെടുമ്പാശ്ശേരി, ശ്രീമൂലനഗരം, പള്ളിപ്പുറം പ്രദേശങ്ങളിലും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികൾക്കായുള്ള പ്രത്യേക ICU പ്രവർത്തനം ആരംഭിച്ചു. യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന വെന്റിലേറ്റർ പിന്തുണയുള്ള 40 ബെഡുകളാണ് ICUവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതോടെ മെഡിക്കൽ കോളേജിലെ ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 75ആയി. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി നഗരസഭയിലും താലൂക്കിൽ ഉൾപ്പെടുന്ന 15 ഗ്രാമപഞ്ചായത്തുകളിലും ഒറ്റപ്പാലം ബ്ലോക്കിലെ നെല്ലായ ഗ്രാമപഞ്ചായത്തിലും മൊത്തത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 19 പഞ്ചായത്തുകളിലായി 40 വാർഡുകളും നിയന്ത്രണ മേഖല പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി മത്സ്യമാർക്കറ്റുമായി ബന്ധം പുലർത്തിയവരും
അവരുടെ കുടുംബാംഗങ്ങൾക്കും രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. സമീപ പഞ്ചായത്തുകളായ കുഴിമണ്ണ, പുളിക്കൽ, ചെറുകാവ്, പള്ളിക്കൽ, വാഴയൂർ ഇവിടങ്ങളിലേക്കും രോഗം വ്യാപിക്കുന്നത് കൂടുതൽ ആശങ്കയുണർത്തുന്നു. കോഴിക്കോട് ജില്ലയിൽ 11 ക്ലസ്റ്ററുകളാണ് നിലവിലുള്ളത്. വീടുകളിൽ റൂം ക്വാറന്റൈനിൽ കഴിയുന്നവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്ന സംഭവങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരേ വീട്ടിലെ തന്നെ 4ഉം 5ഉം പേരിലേക്ക് രോഗം പടരുന്നു. ഇതിൻ്റെ ഫലമായി കുടുംബത്തെ ആകെ FLTCകളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റേണ്ടി വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലുള്ള പ്രായമായവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഓരോ തദ്ദേശഭരണ സ്ഥാപനവും കോവിഡ് കെയർ സെൻ്ററുകൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബീച്ച് ആശുപത്രി കോവിഡ് സ്പെഷ്യൽ ഹോസ്പിറ്റലാക്കി മാറ്റാനുള്ള പ്രവർത്തനം ഉടൻ പൂർത്തിയാകും. മറ്റ് ഗുരുതര രോഗങ്ങളുടെ ചികിത്സക്കും കോവിഡ് കേസുകൾക്കും മാത്രമായി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രയോജനപ്പെടുത്തും. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററാവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഇവിടെ ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിലെ 15 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ സ്ഥാപന ജീവനക്കാരുമായുള്ള സമ്പർക്കത്തിൽ 300-ലധികം പേർ വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇവരെല്ലാം കണ്ടെത്തി അടിയന്തരമായി പരിശോധന നടത്തി വരികയാണിപ്പോൾ. വാളാട് ഒരു കുടുംബത്തിലെ 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവിടെ സമ്പർക്കത്തിലുള്ള 110 പേരുടെ സാമ്പിൾ പരിശോധന നടത്തുന്നുണ്ട്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു. അതിനെ തുടർന്ന് കോവിഡ് ഇതര രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ക്രമീകരണം ഏർപ്പെടുത്തി. OP പരമാവധി നിയന്ത്രിക്കും. എല്ലാ OPയിലും ടെലിമെഡിസിൻ സംവിധാനത്തിനുള്ള ക്രമീകരണം ഉണ്ടാക്കും. 44 പേർക്ക് പരിശോധനയിൽ പോസിറ്റീവായി. 200 പേരെ ഇവിടെ പരിശോധിച്ചു. ഹൈ റിസ്ക് പ്രൈമറി കോൺടാക്റ്റിൽപ്പെട്ട 180 പേർ ക്വാറന്റൈനിൽ പോയി. ആശുപത്രിയിലെ അണുനശീകരണം ബുധനാഴ്ചയോടെ പൂർത്തിയാകും. ആരോഗ്യ പ്രവർത്തകർക്ക് കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തലശ്ശേരി കൺട്രോൾ റൂം SIക്ക് കോവിഡ് പോസിറ്റീവായി. സർവൈലൻസ് പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇദ്ദേഹവുമായി സമ്പർക്കത്തിലായ 30 പേർ നിരീക്ഷണത്തിൽ പോയി. കാസർഗോഡ് ജില്ലയുടെ മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകളിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും സ്ഥിതി രൂക്ഷമാവുകയാണ്. ഉറവിടമറിയാത്ത കേസുകളും വർദ്ധിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സംഘടിപ്പിച്ച ചടങ്ങുകളിൽ
കൂട്ടം കൂടി പങ്കെടുത്തവരിൽ നിന്നും നിരവധി പേർക്ക് സമ്പർക്കം വഴി രോഗം ബാധിക്കുന്ന അവസ്ഥയുണ്ടായി. ചെങ്കള പഞ്ചായത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരിൽ 43 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. പലരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നിരവധി പേർക്കാണ് സമ്പർക്കം വഴി രോഗം ബാധിക്കുന്നത്. കോവിഡ് വ്യാപനം നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം നിരവധി മാതൃകകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കോൺടാക്ട് ട്രേസിംഗ്, ഗാർഹിക സമ്പർക്ക വിലക്ക്, സംരക്ഷണ സമ്പർക്ക വിലക്ക് തുടങ്ങിയ നടപടികൾ ഏറ്റവും വിജയിച്ച സംസ്ഥാനമാണ് നമ്മുടേത്. ഇക്കാര്യത്തിലുള്ള നമ്മുടെ രീതികൾ മറ്റു പല സംസ്ഥാനങ്ങളും പിന്തുടരുന്നുമുണ്ട്. കോവിഡ് ആശുപത്രികളിൽ ICU, വെന്റിലേറ്റർ സംവിധാനം, ഇങ്ങനെ ആധുനിക ചികിത്സയാണ് നൽകുന്നത്. അതുകൊണ്ടാണ് മരണനിരക്ക് സംസ്ഥാനത്ത് കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള ജൂലൈ 26 കണക്ക് അനുസരിച്ച് COVID-19 ബാധിച്ച് മരണമടഞ്ഞത് 61 പേരാണ്. 21 സ്ത്രീകൾ, 40 പേർ പുരുഷന്മാർ. ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത് തിരുവനന്തപുരം ജില്ലയിലാണ്, 11. കൊല്ലത്ത് 4, പത്തനംതിട്ടയിൽ 1, ആലപ്പുഴയിൽ 4, ഇടുക്കിയിൽ 2, എറണാകുളത്ത് 7, തൃശ്ശൂർ 7, പാലക്കാട് 1, മലപ്പുറം 6, കോഴിക്കോട് 6, വയനാട് 1, കണ്ണൂർ 7, കാസർഗോഡ് 4. ഇങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള മരണപ്പെട്ടവരുടെ കണക്ക്. മരിച്ചവരിൽ 20 പേർ 60-നും 70-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 18 പേർ 70-നും 80-നും ഇടയിൽ പ്രായമുള്ളവർ. 80 വയസ്സിന് മുകളിലുണ്ടായിരുന്നവർ 3 പേരാണ്. 9 പേർ 50-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. 10 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ ഒരു മരണം. മരണമടഞ്ഞ 39 പേർ സമ്പർക്കം മുഖേന രോഗം ബാധിച്ചവരാണ്. 22 പേര് പുറമേ നിന്നും വന്നവർ. കോവിഡ് ഒരാരോഗ്യ പ്രശ്നം മാത്രമല്ല, സാമൂഹിക സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിനകത്തും പൊതുജനാരോഗ്യ സംവിധാനം ദുർബലമായതുകൊണ്ട് ചികിത്സക്കായി സ്വകാര്യ മേഖലയെ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നു. സ്വകാര്യ മേഖല ഈടാക്കുന്ന ചികിത്സാ ഫീസിനെ സംബന്ധിച്ചുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രോഗികളും ബന്ധുക്കളും വലിയ സാമ്പത്തിക ബാധ്യതയാണ് നേരിടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ പൂർണ്ണമായും സൗജന്യ ചികിത്സയാണ് നൽകി വരുന്നത്.
കോവിഡ് ആശുപത്രികളിലും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും രോഗികൾക്ക് സൗജന്യ ഭക്ഷണവും നൽകുന്നു. സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് സർക്കാരുമായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തിക്കാത്ത 44 ആശുപത്രികളും ഭാഗികമായി പ്രവർത്തിക്കുന്ന 42 ആശുപത്രികളും സ്വകാര്യ മേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ആശുപത്രികൾ ഏറ്റെടുത്ത് കോവിഡ് പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറ്റുന്നതാണ്. കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കോവിഡ് കാലത്ത് കൂടുതൽ ആശുപത്രികൾ സർക്കാരുമായി കൈകോർത്തു വരികയാണ്. കാസ്പ് ഗുണഭോക്താക്കൾക്കും സർക്കാർ റെഫർ ചെയ്യുന്ന കോവിഡ് രോഗികൾക്കും എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭിക്കും. കോവിഡ് ചികിത്സക്ക് മാത്രമായി താൽക്കാലിക എംപാനൽമെൻറ്റ് സൗകര്യം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് നിശ്ചയിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനറൽ വാർഡിൽ 2300 രൂപ, ICUവിൽ 6500 രൂപ, വെന്റിലേറ്റർ ICUവിൽ 11,500 രൂപ. ഇതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. മറ്റു പലയിടത്തും സർക്കാർ നിശ്ചയിച്ച നിരക്കിലും വളരെ കൂടുതൽ പല സ്വകാര്യ ആശുപത്രികളും ഈടാക്കി രോഗികളെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ സർക്കാരുമായി പൂർണ്ണമായി സ്വകാര്യ മേഖല സഹകരിക്കുകയാണ്. കോവിഡ് രോഗം ഒരു മരണകാരണമാകുമ്പോൾ അകാരണമായ ഭയം ജനങ്ങൾ കാണിക്കുന്നുണ്ട്. രോഗകാരണങ്ങൾക്കെതിരായ പ്രവർത്തനത്തിനാണ് നാം ഊന്നൽ നൽകേണ്ടത്. മരണപ്പെട്ട വ്യക്തിയോട് അനാദരവ് കാണിക്കുന്നത് സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്ന നടപടിയല്ല. കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായി ഫെബ്രുവരി ആദ്യം തന്നെ സർക്കാർ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഓഖി സമയത്തും പ്രളയത്തിലും നടത്തിയിട്ടുള്ള മാനസികാരോഗ്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളോട് തുടർച്ചയായി ആരോഗ്യവകുപ്പിൻ്റെ മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിലാണ് എല്ലാ ജില്ലകളിലും ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർമാർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലർമാർ എന്നിവരുൾപ്പെട്ട 1145 മാനസികാരോഗ്യ പ്രവർത്തകർ ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നു. ഇവർ ക്വാറന്റൈൻ, ഐസൊലേഷനിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകുന്നു. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് വിദഗ്ധ സേവനം ലഭ്യമാക്കുന്നു. സ്റ്റിഗ്മ, സാമൂഹ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്ക്
അതാത് പഞ്ചായത്ത് ICDS മുഖാന്തരം സഹായം നൽകുന്നു. ഇതുവരെ ക്വാറന്റൈനിലും ഐസൊലേഷനിലുമായി കഴിഞ്ഞ 7,66,766 പേർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് മനോരോഗ ചികിത്സയിലിരിക്കുന്നവർ, ഭിന്നശേഷി കുട്ടികൾ, അതിഥി തൊഴിലാളികൾ, ഒറ്റക്ക് കഴിയുന്ന വയോജനങ്ങൾ, ഇങ്ങനെ 3,48,860 പേർക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കോളുകൾ നൽകിയിട്ടുണ്ട്. കൊറോണ രോഗനിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും ടെലി കൗൺസിലിംഗ് നൽകുന്നു. ഇതുവരെ 36,011 ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രീതിയിൽ സേവനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം സ്കൂൾ കുട്ടികളുടെ കാര്യം, സ്കൂൾ കുട്ടികളുടെ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് കോളുകൾ നൽകുന്നു. 1,28,186 കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. 16,869 കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാ വിഭാഗത്തിനുമായി 17,13,795 സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലിംഗ് കോളുകൾ സംസ്ഥാനമൊട്ടാകെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് പല ജില്ലകളിലും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ സംസ്ഥാനമൊട്ടാകെ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ജീവരക്ഷ എന്ന പേരിൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ദുരിതകാലത്താണ് കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എത്രയെത്ര അനുഭവങ്ങൾ ഈ കാലയളവിൽ നാം കണ്ടു. ജാതിയും മതവും ഭാഷയും ദേശവും ഒന്നും ഇതിന് നമുക്ക് തടസ്സമായില്ല. കഴിഞ്ഞ ദിവസവും അത്തരമൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിലെ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയവേ പാമ്പ് കടിയേറ്റ കുട്ടിയെ രക്ഷപ്പെടുത്തിയ സംഭവം പലരുടെയും മനസ്സിലുണ്ടാകും. പൊതുപ്രവർത്തകനായ ജിനിൽ മറ്റൊന്നും നോക്കാതെ ആ കുട്ടിയുടെ ജീവനാണ് വലുതെന്ന് ഉറപ്പിച്ച് നടത്തിയ ഇടപെടൽ മാതൃകാപരമായിരുന്നു. അച്ഛനും അമ്മയും ചികിത്സയിലായപ്പോൾ വിഷമിച്ചുപോയ പിഞ്ചു കുഞ്ഞിനെ സംരക്ഷിക്കാൻ തയ്യാറായ കൊച്ചിയിലെ ഡോക്ടർ മേരി അനിതയെപ്പോലുള്ളവരുടെ ഇടപെടലും നമുക്ക് മുന്നിലുണ്ട്. ദുരിതം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് PPE കിറ്റും ധരിച്ച് പ്രവർത്തനം നടത്തുന്ന ജനപ്രതിനിധികളും യുവജന സംഘടനാ പ്രവർത്തകരുമൊക്കെയുള്ള നാടാണ് നമ്മുടേത്. ഇന്നലെയുണ്ടായ ഒരു സംഭവം അതിൻ്റെയെല്ലാം ശോഭ കെടുത്തുന്ന തരത്തിലായിപ്പോയി. കോവിഡ് കാരണം മരിച്ചയാളുടെ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ രോഗം പകരുമോ? കോവിഡ് വൈറസുകൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് രോഗബാധയുള്ളയാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ
പുറത്തേക്ക് തെറിക്കുന്ന ശരീരസ്രവത്തിൻ്റെ കണങ്ങളിലൂടെയാണ്. മൃതദേഹത്തിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യത വളരെ കുറവാണ്, ഏതാണ്ടില്ല എന്ന് തന്നെ പറയാം. മൃതദേഹത്തെ തൊടുമ്പോഴോ ചുംബിക്കുമ്പോഴോ മറ്റോ സംഭവിക്കാവുന്ന രോഗബാധയുടെ വളരെ നേരിയ സാധ്യത മാത്രമാണുള്ളത്. കേന്ദ്ര സർക്കാർ COVID-19 പ്രോട്ടോകോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ മൃതദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിലും സംസ്കരിക്കുന്നതിലും പാലിക്കേണ്ട ശാസ്ത്രീയമായ രീതികൾ നിഷ്കർഷിക്കുന്നുണ്ട്. അതുപ്രകാരമാണ് ആരോഗ്യ പ്രവർത്തകർ ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ശവമടക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യേണ്ട സന്ദർഭത്തിൽ ഈ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നു. വൈദ്യുത ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കുന്നത് 800 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന വളരെ ഉയർന്ന താപനിലയിലാണ്. അതുകൊണ്ട് തന്നെ വൈറസുകൾ വായു വഴി പകരുന്നതിന് യാതൊരു സാധ്യതയുമില്ല. യുക്തിക്കൊരു തരത്തിലും നിരക്കാത്തതാണ് ഇത്തരം ആശങ്കകൾ. യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടമാണ്. അവിടെ കൂടുന്നവരിൽ രോഗവ്യാപനമുണ്ടാകുന്നു. ഇത് സാധൂകരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം ഉണ്ടായിക്കഴിഞ്ഞു. അക്കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് മൃതദേഹത്തിൻ്റെ സംസ്കാരം തടയാൻ വേണ്ടി കൂട്ടം കൂടുകയല്ല വേണ്ടത്. അങ്ങനെ കൂട്ടം കൂടുന്നതാണ് അപകടം. അതിന് നേതൃത്വം കൊടുക്കാൻ ജനപ്രതിനിധി പോലും ഉണ്ടായി എന്നത് അവമാനകരമാണ്. ആ കേസിൽ ശക്തമായി ഇടപെടാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് നടത്തും. HLL ലൈഫ് കെയർ ലിമിറ്റഡ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് നടത്തുക. ഇതിനായി 14 ജില്ലകളിലും ലാബ് സൗകര്യം ഏർപ്പെടുത്തും. ടെസ്റ്റിന് വേണ്ട ചെലവ് കേരള പോലീസ് സഹകരണ സംഘവും കേരള പോലീസ് വെൽഫെയർ ബ്യൂറോയും തുല്യമായി വീതിക്കും. ടെസ്റ്റിന് മേൽനോട്ടം വഹിക്കുന്നതിന് എല്ലാ ജില്ലകളിലും സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. മാസ്ക് ധരിക്കാത്ത 4975 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 5 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. താൽക്കാലിക റവന്യൂ പിരിച്ചെടുക്കൽ നിയമ ഭേദഗതി മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. 2020 ഏപ്രിൽ 1 മുതൽ 180 ദിവസമായി ദീർഘിപ്പിക്കാനാണ് താൽക്കാലിക റവന്യൂ പിരിച്ചെടുക്കുന്നതിനുള്ള കാലാവധി
180 ദിവസമായി ദീർഘിപ്പിക്കുന്നതിന് താൽക്കാലിക റവന്യൂ പിരിച്ചെടുക്കൽ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. 1985 താൽക്കാലിക റവന്യൂ പിരിച്ചെടുക്കൽ നിയമപ്രകാരം 120 ദിവസമാണ് റവന്യൂ പിരിക്കാൻ സർക്കാരിന് അധികാരമുള്ളത്. ഈ കാലാവധിക്കകം ബില്ലുകൾ നിയമസഭ പാസാക്കിയില്ലെങ്കിൽ അവ കാലഹരണപ്പെട്ടു പോകും. കേരള ധനകാര്യ ബിൽ പാസാക്കുന്നതിന് ജൂലൈ 27 നിയമസഭ ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കാലാവധി 120 ദിവസത്തിൽ നിന്ന് 180 ദിവസമാക്കുന്നതിന് ഓർഡിനൻസ് കൊണ്ടുവരുന്നത്. രാജ്യത്തെ പ്രതികൂല സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് 2019-20 വർഷം 1471 കോടി രൂപ അധിക വായ്പയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള ധന ഉത്തരവാദിത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന വ്യവസ്ഥയോടെയാണ് ഒറ്റത്തവണയായി അധിക വായ്പ എടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിയമസഭ ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ധന ഉത്തരവാദിത്വ നിയമപ്രകാരം സംസ്ഥാനത്തിന് ധനക്കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% നിലനിർത്തണം. അതുകൊണ്ടാണ് ഒറ്റത്തവണയായി അധിക വായ്പ എടുക്കുന്നതിന് നിയമഭേദഗതി വേണ്ടി വന്നത്. വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ആസാമിലെ ജനങ്ങളോട് മന്ത്രിസഭാ യോഗം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ജനങ്ങളെ സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 കോടി രൂപ ആസാം സർക്കാരിന് നൽകാൻ തീരുമാനിച്ചു. തോട്ടം തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് തൊഴിലാളികളും തൊഴിലുടമകളും അടക്കേണ്ട അംശാദായം 20 രൂപയിൽ നിന്ന് 30 രൂപയായും സ്വയം തൊഴിൽ ചെയ്യുന്നവർ അടക്കേണ്ട അംശാദായം 40 രൂപയിൽ നിന്ന് 60 രൂപയായും വർദ്ധിപ്പിക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച നിയമഭേദഗതിയുടെ കരട് മന്ത്രിസഭ അംഗീകരിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത TV ചാലഞ്ചിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 11,500 ടെലിവിഷനുകൾ, 110 ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ, 194 മൊബൈലുകൾ എന്നിവ കൈമാറി. CITU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓൺലൈൻ പഠന ആവശ്യങ്ങൾക്കായി 125 വീടുകളിൽ TV സെറ്റ് വിതരണം ചെയ്തു. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 1988 SLC ബാച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കായി 800 ഫേസ് ഷീൽഡ്, 2000 മാസ്ക് എന്നിവ കൈമാറി. ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം പേർ സംഭാവന നൽകിയിട്ടുണ്ട്.
അതിൽ തലശ്ശേരി ക്രൈസ്റ്റ് കോളേജ് 4,10,338 രൂപ. കൊടക്കാട് ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയും DYFI മേഖലാ കമ്മിറ്റികളും ചേർന്ന് 1,50,700 രൂപ. കള്ളുഷാപ്പ് ലൈസൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ല 1,00,000. തലശ്ശേരിയിൽ പഴക്കച്ചവടം നടത്തുന്ന VP ഷംസു 1,00,000. മത്സ്യഫെഡ് തൃശൂർ ജില്ലാ മാനേജരായി ജൂലൈ 31 വിരമിക്കുന്ന P ഗീതാ ഉണ്ണികൃഷ്ണൻ 1,00,000. പയ്യന്നൂർ വെള്ളൂരിലെ ഹോമിയോ ഡോക്ടർ ദമ്പതികൾ ഡോക്ടർ രാജേഷ് കുമാർ, ഡോക്ടർ സ്മിത രാജേഷ് 1,00,000. NREG വർക്കേഴ്സ് യൂണിയൻ മടിക്കൈ പഞ്ചായത്ത് 86,800 രൂപ. ചേകുവേര സംസ്കാരവേദി തേഞ്ഞിപ്പാലം 61,300 രൂപ. ചിത്രകാരനും ഷാർജയിലെ ജ്വല്ലറി ഡിസൈനറുമായ MR സന്തോഷ് 51,000 രൂപ. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ ഖാദി തൊഴിലാളികളിൽ നിന്ന് സമാഹരിച്ച 50,000 രൂപ. ഹരിപ്പാട് ജയഭാരത് ലൈബ്രറി പ്രവർത്തകർ ബിരിയാണി ചാലഞ്ച് വഴി സമാഹരിച്ച 51,000 രൂപ. പെരളശ്ശേരിയിലെ ചെറുമാവിലായി സഖാക്കൾ ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 50,000 രൂപ. ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU തൃശൂർ ജില്ലാ കമ്മിറ്റി 50,000 രൂപ. പെരളശ്ശേരി AKG സ്മാരക സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ K പ്രദീപ് കുമാർ 50,000 രൂപ. മാങ്ങാറ്റിടം മൂന്നാം പീടിക സ്വദേശി ദിനേശൻ പത്തലായി 50,000 രൂപ. തൃശൂർ അന്നമനട പഞ്ചായത്തിലെ കേരള പ്രവാസി സംഘം 50,001 രൂപ. കണ്ണൂർ കോളയാട് ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ പ്രതീശൻ 41,110 രൂപ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി 35,500 രൂപ. പടന്ന ഓരി AKG ക്ലബ്ബ്, യങ്മെൻസ് ക്ലബ്ബ്, വെള്ളത്തോൾ സ്മാരക വായനശാല എന്നിവർ ചേർന്ന് 60,130 രൂപ. പിലിക്കോട് ചന്തേര ഗവൺമെൻറ് AUP സ്കൂൾ PTA കമ്മിറ്റി 50,580 രൂപ. KSKTU ചെറുവത്തൂർ ഏറിയ കമ്മിറ്റി 35,000 രൂപ. DYFI പള്ളിക്കുനി മത്തിപ്പറമ്പ് യൂണിറ്റുകൾ ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 35,000 രൂപ. വലിയ പറമ്പ് ഇടയിലക്കാട് കൂട്ടുകൃഷി പുരുഷ സ്വയം സഹായ സംഘം 32,790 രൂപ. കയ്യൂർ രക്തസാക്ഷി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25,540 രൂപ. ചീമേനി കരക്കാട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 23,640 രൂപ. ഇത്രയും വിവരമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സിമി, മരണങ്ങളുടെ എണ്ണം പറഞ്ഞു. അതിനകത്ത് ഈ കോവിഡ് ബാധിച്ച് മാത്രം മരിച്ച എത്ര പേരുണ്ട്? അതെ, മറ്റു അസുഖങ്ങളില്ലാതെ കോവിഡ് മരണകാരണമായ എത്ര കേസുണ്ട്? അല്ല, കോവിഡ് മരണം എന്ന് പറയുമ്പോൾ ഈ മരണത്തിൻ്റെ മറ്റ് രോഗങ്ങളും കോവിഡും കൂടി ഉണ്ടാകുമ്പോൾ നമ്മളവരെ കോവിഡ് മരണത്തിലാണല്ലോ പെടുത്തുന്നത്. പക്ഷേ അവർക്ക് മറ്റ് രോഗങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഘടകമാണ്. ഇപ്പം അത് പറയാൻ മാത്രമുള്ള വേർതിരിച്ച കണക്ക് എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു കണക്ക് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ടോ എന്നും സംശയമാണ്. CM വരും ദിവസങ്ങളിൽ രോഗവ്യാപനം കൂടും എന്ന് CM പറഞ്ഞു. ഈ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണം മാത്രം മതി, ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൽ സർവകക്ഷി യോഗം ചേർന്ന വിവരം നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോഗ്യ വിദഗ്ധരുടെ യോഗം ചേർന്നിരുന്നു. മാധ്യമങ്ങളുടെ എഡിറ്റർമാരുടെ യോഗവും ചേർന്നിരുന്നു. ഇതിലെല്ലാം ഒരേ അഭിപ്രായമാണ് ഏറെക്കുറെ ഉയർന്നു വന്നത്. അതായത് വലിയ യോജിപ്പാണ് അതിൽ കണ്ടത്. ഈ ലോക്ക്ഡൗൺ ഒരു പരിഹാരമല്ല എന്ന അഭിപ്രായമാണത്. എന്നാൽ ഇപ്പം സ്വീകരിക്കുന്ന സമീപനം ക്ലസ്റ്ററുകളും അതിൻ്റെ നിയന്ത്രണവും, അതിൽ പലരും അഭിപ്രായപ്പെട്ടത് നിയന്ത്രണം കുറഞ്ഞിട്ടുണ്ട്, ആ നിയന്ത്രണം കുറേ കൂടി കർക്കശമാക്കണം. അപ്പോൾ ക്ലസ്റ്ററുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നതാണ് നല്ലത്. ഇതാണ് പൊതുവെ അഭിപ്രായം വന്നിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് സർക്കാരും കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുറേ കൂടി ശക്തമായ നടപടികൾ
ഈ ക്ലസ്റ്ററുകളുടെ മേഖലയിൽ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു അയവ് ഇവിടങ്ങളിലെല്ലാം കാണാനുണ്ട്. ആ അയവ് പറ്റില്ല. കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിച്ച് പോകുന്ന നിലയുണ്ടാവണം. അത് പാലിക്കാത്ത നില വരുമ്പോൾ അതിലിടപെടേണ്ടതായിട്ട് വരും. CM പുല്ലുവിളയ്ക്ക് സമീപമുള്ള കരിങ്കുളം എന്നുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 13 കിടപ്പ് രോഗികൾ മരിച്ചു. അതിൽ 6 പേരുടെ കോവിഡ് ഫലം പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കിടപ്പ് രോഗികളെ കൂടി റിവേഴ്സ് ക്വാറന്റൈനിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മറ്റു ഉചിതമായ നടപടികൾ എന്തെങ്കിലും എടുക്കാനോ സർക്കാർ നിർദ്ദേശം നൽകുമോ? തീർച്ചയായും. അത് ഇത്തരം ആളുകൾ കുറെ കൂടി അപകട സാധ്യതയുള്ളവരാണെന്ന് നേരത്തെ പറയുന്നുണ്ടല്ലോ. അത് പ്രായമായവർ മാത്രമല്ല, മറ്റ് രോഗബാധിതരായവരും. അപ്പോൾ അത്തരം ആളുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് ഈ വീട്ടിൽ മറ്റ് രോഗസാധ്യതയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വേറെ താമസിക്കലാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവരെ നിർബന്ധിച്ച് മാറ്റിക്കൊണ്ടുപോയാൽ അത് കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. അവർ കൂടി മാനസികമായി തയ്യാറെടുക്കണം. അവർ തയ്യാറായാൽ അത്തരത്തിലുള്ള ആളുകളെ, പ്രായമുള്ളവരായാലും ഈ മറ്റു രോഗങ്ങൾ കൊണ്ട് അവശരായിട്ടുള്ളവരായാലും, അവരെ മാറ്റുന്നതിനും ആവശ്യമായ ചികിത്സ നൽകുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഇപ്പം തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ചികിത്സാ സംവിധാനങ്ങൾ വേണ്ടെങ്കിലും മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുണ്ട്. CM ഈ CFLTസില് വളരെ പരിമിതമായ സൗകര്യങ്ങളും ഈ ജീവനക്കാർ കുറവാണെന്നുള്ള പരാതി ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ മറ്റ് സർക്കാർ ജീവനക്കാരെ കൂടി അങ്ങോട്ട് നിയമിക്കാന്നൊക്കെ തീരുമാനിച്ചെങ്കിൽ എല്ലാവരും എത്തിയിട്ടില്ല. അപ്പൊ ആ കാര്യം പരിശോധിക്കൂ. അല്ല, CFLTസികളിൽ മറ്റ് ജീവനക്കാരെ ഉദ്ദേശിക്കുന്നില്ല. CFLTസികളിൽ വേണ്ടത് നമ്മുടെ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ, നേഴ്സ്, പിന്നെ അതിൻ്റെ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇതൊക്കെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ CFLTസിയെ പറ്റി ഒരു തെറ്റിദ്ധാരണയുള്ളത്, ഇവിടെ കിടന്നാൽ എന്തോ ഈ വലിയ രോഗികൾക്കുള്ള ശ്രദ്ധയും പരിചരണവും ഇവിടെയും ലഭിക്കണമെന്നാണ്. ഈ ചെല്ലുന്നവർ അങ്ങനെ മാരകമായ രോഗികളായി മാറിയവരല്ല. അവർക്ക് രോഗലക്ഷണങ്ങളുണ്ടായിരിക്കുന്നു, രോഗബാധിതരായിരിക്കുന്നു, എന്നാൽ ആരോഗ്യത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവരവിടെ സ്വാഭാവികമായി കിടന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ്. ചികിത്സ എന്ന് പറയുന്നത് അവരെ നിരീക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിൽ മറ്റധികം ആശങ്കപ്പെടേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റാണ് ഇപ്പോൾ വന്നത്. ആ ആദ്യത്തെ സെറ്റ് CFLTസികളിൽ ആവശ്യമായ എത്ര സ്റ്റാഫിനെ ഇപ്പം തന്നെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഉടനെ വരും. അപ്പോഴേക്ക് അതിനാവശ്യമായ സ്റ്റാഫിനെ ഒരുക്കുന്നുണ്ട്. സ്റ്റാഫിൻ്റെ കാര്യത്തിൽ വലിയ കുറവുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ആൾക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശദമായ ഒരു വിശകലനം നടത്തിയിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. CM ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ IT സെക്രട്ടറി ഇപ്പോൾ കൊച്ചിയിൽ NIA ഓഫീസിൽ 10 മണി മുതലുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേരത്തെ അങ്ങ് പറഞ്ഞു ഇതിൽ അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. ഈ ചോദ്യം ചെയ്യലിനെ, രണ്ടാമതുള്ള ചോദ്യം ചെയ്യലിനെ സർക്കാർ എങ്ങനെയാണ് കാണുന്നത്? സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക അങ്ങനെ എന്തെങ്കിലും? അല്ല, സർക്കാരിന് എന്താണ് അതിൽ ആശങ്കപ്പെടാനുള്ളത്? ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണത്. ഇത് NIAയുടെ അന്വേഷണം കൃത്യമായി നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്ര സമയം ചോദ്യം ചെയ്യണം, എത്ര തവണ ചോദ്യം ചെയ്യണം, ആ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി എന്ത് നിലപാടെടുക്കണം എന്നെല്ലാം ഉള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ സർക്കാരിനൊരു കാര്യമില്ല. നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണത്. ിന്റെ ഒരു പരിശോധനയിൽ ഈ ശിവശങ്കറിന് ഇത്തരത്തിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കുള്ള ഇതല്ലാതെ ഈ ഇത്തരം പ്രതികളുമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് തരത്തിലുള്ള ആരോപണം പോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ബോധ്യം CMനുണ്ടോ? എന്തൊരു അബദ്ധ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു അന്വേഷണം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ബോധ്യമാണോ ഇവിടെ പ്രധാനം? എൻ്റെ ബോധ്യമാണോ പറയേണ്ടത്? അവരുടെ മുന്നിലുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങൾ എടുക്കട്ടെ. അതിന് നമ്മൾ കാത്തു നിൽക്കുകയല്ലേ വേണ്ടത്? KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഇത് സംബന്ധിച്ച് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു എന്നും ആരോപണമുണ്ട്.
CM കേട്ടിരുന്നു CM? ഞാൻ കേട്ടു. മറുപടി അർഹിക്കാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത്. CM, ഈ കെ ഫോണിന്റെ ഭാവി എന്താണ്? കാരണം അതുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങൾ മന്ത്രിസഭ അറിയാതെ തന്നെ കരാർ തുക കൂട്ടി നൽകി. നിങ്ങൾക്ക് വേണ്ടത് ഇതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളിലാണ് നിങ്ങൾ അങ്ങനെ അഭിരമിച്ചങ്ങ് നിൽക്കുന്നത്. അതാണ് പ്രശ്നം. സാധാരണക്കാർക്ക് കൂടി വേണ്ടതായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് തന്നെയാ ചോദിക്കുന്നത്. CM, കൺസൾട്ടൻസി രാജാണെന്ന ആരോപണമുണ്ട്. പണ്ടേ ഉണ്ട് ഇവിടെ. കൺസൾട്ടൻസി ഇപ്പൊ തുടങ്ങിയതല്ല. നേരത്തെ പക്ഷേ ഇത് എന്തിനും ഏതിനും ആരോപണം ഉണ്ടല്ലോ. ആ കൺസൾട്ടൻസി UDF-ന്റെ കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത്ര കൺസൾട്ടൻസി ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് വസ്തുത. CM, ഈ കെ ഫോണിന്റെ സൂചിപ്പിച്ചത് അതിൽ ടെൻഡർ വലിയ തുകയ്ക്ക് ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് K ശിവശങ്കർ ഇടപെട്ടു എന്നുള്ളതിലാണ് ആരോപണം. M ശിവശങ്കർ അത് ഇനീഷ്യൽ മാറിപ്പോയാലൊന്നും തെറ്റില്ല. ഓഫീസർമാർ ഒരു 12-13 ലക്ഷം പേര് എഴുതിയ പരീക്ഷയായിരുന്നു. അതിന്റെ ലിസ്റ്റ് വളരെ കുറച്ച് നിയമനം നടക്കുമ്പോൾ തന്നെ ഇപ്പം തദ്ദേശ വകുപ്പിന് കീഴിലുള്ള 5 വകുപ്പുകൾ ഏകീകരിച്ചതിലൂടെ ഈ തസ്തിക ഇല്ലാതായി. 10 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുടെ ഭാവി വളരെ ആശങ്കയിലാണ്. എന്തെങ്കിലും നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ? അങ്ങനെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ VEO ആ തസ്തിക ഇല്ലാതായി. ഈ തദ്ദേശ പ്രശ്നം എന്നുള്ളത് പരിശോധിക്കട്ടെ എന്നിട്ട് പറയാം. CMA, ഐക്യരാഷ്ട്രസഭ ഒരു റിപ്പോർട്ട് IS-ന്റെ സാന്നിധ്യം സംസ്ഥാനത്തും കർണാടകയിലും സജീവമാണെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? അത് സാധാരണ നിലക്ക് ഇവിടെ ആവശ്യമായ നടപടികൾ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടോ എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചില സംവിധാനങ്ങളുമുണ്ട്. അതിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പലപ്പോഴും ഈ ട്രാൻസ്ഫറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ഈ അവസരത്തിൽ അവർക്ക് ആ സമയം കൊടുക്കും. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ജോയിൻ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്മോ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സഹകരണ ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ക്യാബിനറ്റിൽ കിട്ടിയിട്ടുണ്ടോ? അത് ഉടനെ പരിശോധിക്കുമോ? എൻ്റെ ശ്രദ്ധയിലില്ല. അതില്ല. അത് ബന്ധപ്പെട്ട വകുപ്പിന്റെ കയ്യിലുണ്ടാകുമായിരിക്കും ചിലപ്പോൾ. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഒരു പച്ചക്കറി ചന്തയില് 50 പേർക്ക് ടെസ്റ്റ് നടത്തി 30 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാർക്കറ്റുകൾക്ക് എവിടെയാ? ഏറ്റുമാനൂർ പച്ചക്കറി ചന്തയിൽ 50-ൽ 30 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം കൂടുന്നുവെന്ന വിലയിരുത്തലും ഉണ്ടെന്ന് കേൾക്കുന്നു. അത് തടയാൻ എന്തെങ്കിലും നടപടി? അത് അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. വലിയ ഗുരുതര സ്വഭാവമില്ലാത്ത രോഗികൾക്ക് വീട്ടിൽ തന്നെ ചികിത്സിച്ചാൽ മതി എന്നൊരു അഭിപ്രായം പല ആളുകളും പറയുന്നുണ്ട്. ഡോക്ടേഴ്സൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്തരം ചിന്തയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അത് പല അഭിപ്രായങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ യോഗങ്ങളിലും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. നേരത്തെ ഇങ്ങനൊരു നിർദ്ദേശം വന്നപ്പോൾ ഈ കേരളത്തിൽ ഈ രോഗികൾ വീട്ടിലായിപ്പോയാൽ അതിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്ത എന്നൊരു സംശയമുണ്ടായിരുന്നു. ഏതായാലും സർവകക്ഷി യോഗത്തിലായാലും ആരോഗ്യ വിദഗ്ധരുടെ യോഗത്തിലായാലും എല്ലാം വന്ന അഭിപ്രായം ഈ വീട്ടിൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആലോചന നടത്തിയപ്പോൾ അത് സ്വീകരിക്കാവുന്നൊരു നിർദ്ദേശമാണെന്ന് കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ടായിരുന്നു. അത് അംഗീകരിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് കൃത്യമായ പ്രോട്ടോക്കോൾ വേണം. ആ പ്രോട്ടോക്കോളുകൾ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് വരുന്ന മുറക്ക് അതിനാവശ്യമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. സിമി, കേരളത്തിലെ IS സാന്നിധ്യം സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസിന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ മറ്റും ലഭിച്ചിട്ടുണ്ടോ? അല്ല, ആ റിപ്പോർട്ടൊക്കെ നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമല്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതിൽ അത് വ്യക്തമല്ലേ. ഇവിടെ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ കേരള പോലീസ് ചില സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. പഴയ സംഭവങ്ങൾ ഓർത്താൽ ചില കാര്യങ്ങൾ ഇവിടെ തന്നെ ഇടപെടലുണ്ടായി എന്നുള്ളതൊക്കെ അന്ന് വാർത്തയായി വന്നതല്ലേ. ശരി, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അല്ല, അത് നമുക്ക് ഇനി എടുക്കാം, പിന്നെ എടുക്കാം.